പാവം ഒന്നും വേണ്ടാത്ത ഒരാളാണ് ഇതായിരിക്കുന്നത്. ഒന്നും വേണ്ട കൊച്ചിന്. അത് കണക്ക് താണ്ട ഓടിക്കളഞ്ഞു. അമ്പാടി എങ്ങനെയുണ്ട്? സ്റ്റോറിയുടെ അതിന്റെ ഉണ്ണിയുടെ ഒരു ഫോട്ടോ ഇട്ടേ. ഞാനും ആളും ഉണ്ണി ഉണ്ടോ ഒരു ഫോട്ടോ. നമുക്ക് എന്നാ വേണം വേഷം നോക്കിയാണ്. അപ്പൊ അതാ കണ്ട ഒരു ചിക്കന്റെ അവസ്ഥയാണ്. ഒരു ചിക്കന്റെ അവസ്ഥ നിങ്ങളത് കാണുക. ഒരു ചിക്കന്റെ അവസ്ഥ സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ബ്രോസ്റ്റഡ് ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതാ റെഡിയാക്കിയിട്ടുണ്ട്. ആദ്യമേ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കനിലേക്ക് ഇട്ടിട്ട് ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇതാ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ മുളക് പൊടി എരിയില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ എരിയില്ല, കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. എരിയില്ല എന്നല്ല, ആവശ്യത്തിന് വളരെ കുറച്ച് എരിയേ ഉള്ളൂ. എരി കുറഞ്ഞ മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി. പിന്നെ ഇതാ മസാല, ചിക്കൻ മസാല, അതും കുറച്ച് മതി, ഓവറായിട്ട് ഇടണ്ട. ചിക്കൻ മസാലയും കുറച്ച് മതി. പിന്നെ മല്ലിപ്പൊടി, അതും വളരെ കുറച്ച്, ഒരു സ്പൂണ് മതി. 1.5 കിലോ ചിക്കനൊക്കെ ആണെങ്കിൽ 1 സ്പൂണ് മല്ലിപ്പൊടി മതി. പിന്നെ എരിവിന് കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതും ഒരു 1-1.5 സ്പൂണിനകത്ത് ചില്ലി ഫ്ലേക്സ് ഇട്ട്, അത് നമുക്കൊരു ഫ്ലേവർ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ചില്ലി ഫ്ലേക്സ് എടുത്തത്. പിന്നെ ഇതാ തൈര്, ഒരു 2 സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മാരിനേഷൻ ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കനൊക്കെ അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് സൂപ്പറാക്കി എടുക്കുക. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് നേരം, അയ്യോ അതിലൊന്നും മറന്നു, ഉപ്പ് എത്തിയിട്ടുണ്ട്. ഉപ്പ് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ടിടുക. ഉപ്പിൻ്റെ അളവ് പറയാൻ പറ്റത്തില്ല, അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് തിരുമ്മി ചിക്കനിലെ മസാലയും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കണം. അങ്ങനെ നന്നായിട്ട് തിരുമ്മി മസാല ചെയ്ത് അടിപൊളിയാക്കിയിട്ട് കുറച്ച് നേരം വെച്ചേക്കുക. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചേക്കണം. എന്നാലേ ആ മസാല അതിലേക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ആ മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി. അപ്പോൾ ഇനി അവിടെ റെസ്റ്റിനിരിക്കട്ടെ. അപ്പോൾ ഇതാ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നു. ചിക്കന് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ റെഡിയാക്കി എടുക്കാനായിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങൾ നോക്കാം. ഇത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി കുറച്ച് മതി. അതായത് ചിക്കൻ്റെ മുകളിൽ ഒരു ലെയർ വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മൈദപ്പൊടി. അതിൻ്റെ കൂടെ തന്നെ കോൺഫ്ലവറിൻ്റെ പൗഡർ, അത് കുറച്ച്, അതായത് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. കോൺഫ്ലവർ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതാ കോൺഫ്ലവറും കുറച്ചിട്ടു. പിന്നെ ഉപ്പ്, അതിലും ഒരു നുള്ളുപ്പിടുക. ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും, പിന്നെ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഇടുക. ഇതിട്ടിട്ട് ഇത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത്, കുറച്ച് തുളുമ്പി വെളിയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ മാവിൽ മുക്കിയതിന് ശേഷം, അതായത് മാരിനേഷൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ എടുത്ത് ഈ മാവിൽ മുക്കിയതിന് ശേഷം ഈ ഐസ് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. ഇതുപോലെ മാവ് നന്നായിട്ട് കോട്ട് ചെയ്ത് അത് ആ ഐസ് വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് മുക്കിയെടുക്കുക. ഓക്കെ, ഇതുപോലെ ഒന്ന് മുക്കിയെടുത്ത് പിന്നെയും ആ മാവിലേക്ക് തന്നെ വെച്ച് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. മാവ് കൊണ്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇതുപോലെ ആ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ചിക്കനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ആ മാവിൽ മുക്കി നന്നായിട്ട് മാവ് ആ ചിക്കനിൽ നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം ഐസ് വാട്ടറിൽ മുക്കിയത്
എടുത്ത് ഐസ് വാട്ടറിൽ നിന്ന് പിന്നെയും മാവെടുത്ത് നന്നായിട്ട് കോട്ട് ചെയ്ത് മാറ്റി വെക്കുക. ആ ഐസ് വാട്ടറിൽ മുക്കുമ്പോൾ പതുക്കെ മുക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മസാലയും മാവും എല്ലാം കൂടി വെള്ളത്തിൽ കുഴഞ്ഞു പോവും. അതുകൊണ്ട് ഐസ് വാട്ടറിൽ മുക്കുമ്പോൾ പതിയെ മുക്കിയെടുക്കുക. നന്നായിട്ട് മാവെല്ലാം ചിക്കനിൽ പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. അത് ചെയ്തെടുത്തതിന് ശേഷം ഒരു നല്ല കുഴിയുള്ള ചട്ടി എടുക്കുക. അത് അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വെളിച്ചെണ്ണ വേണം കേട്ടോ. അതായത് ചിക്കൻ നമ്മൾ എടുത്തേക്കുന്ന ചിക്കൻ അതിൽ മുങ്ങിക്കിടക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ കുഴിയുള്ള പാത്രം എടുത്തത്. ഇതിൽ 1-2 പീസ് ഇട്ടേ പൊരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ പൊരിച്ചെടുക്കാനായിട്ട് നല്ല കുഴിയുള്ള പാത്രമാണ്. അപ്പോൾ എണ്ണ കുറച്ച് ലാഭിക്കാം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഇരിപ്പുണ്ട്. അതിനെ എടുക്കുക, നമ്മുടെ എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പുറമേ ഇരിക്കുന്ന മാവ് മാത്രം കരിയും, ഉള്ളിലുള്ള ചിക്കൻ വേഗത്തില്ല. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ, എണ്ണ നന്നായിട്ട് ആദ്യം ചൂടാക്കുക. ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചിക്കൻ ഇടുക. ചിക്കനിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എനിക്ക് ആദ്യം ഒരു അബദ്ധം പറ്റി കേട്ടോ. ആദ്യം ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റിൽ ഹൈ ഫ്ലെയിം ഇട്ടു, അത് കഴിഞ്ഞ് ലോ ഫ്ലെയിം ഇട്ടു. ലാസ്റ്റിൽ എടുക്കാറായപ്പോൾ ഒന്നുകൂടി ഹൈ ഫ്ലെയിം ആക്കിയിട്ട് എടുത്തത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞില്ല, ഒരു വേവ് കുറച്ച് കൂടിപ്പോയി. പക്ഷേ അത് നല്ല ടേസ്റ്റായിരുന്നു. അകത്ത് കുറച്ച് ക്രിസ്പായിപ്പോയി. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കുക. ചിക്കന് പുറമേ ഉള്ളത് നന്നായിട്ട് മുരിഞ്ഞ് വരാനും അകത്ത് വേവാനും ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നന്നായിട്ട് വേവിച്ചെടുക്കുക. പെട്ടെന്ന് അങ്ങോട്ട് മുരിയട്ടെ. പിന്നെ ചെറുതായിട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ആ എണ്ണയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. നന്നായിട്ട് മുങ്ങിക്കിടന്ന് നല്ല പോലെ ഫ്രൈ ആയിട്ട് വരണം. അങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അമ്പാടി ഡാൻസ് തുടങ്ങിയത്. സഹോദരിയുടെ മോനാട്ടോ അമ്പാടി. എന്താ ഡാൻസ്! അമ്പാടി ഇന്ന് ഫുൾ ഫോമിലാണ്. ചിക്കനൊക്കെ നല്ല ബ്രോസ്റ്റഡ് ആക്കിയിട്ട് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഫുൾ ഫോമിൽ നിൽക്കുക. കർത്താവേ, ബ്രോസ്റ്റഡ് ഉണ്ടാക്കി ബ്രോസ്റ്റഡിന് പകരം വേറെന്തൊക്കെയോ സ്റ്റഡാണല്ലോ ആയത്. എന്തരാവോ എന്ത് ദൈവത്തിന് അറിയും. ഓടി മാറ്റൂലേ? ഓടി മാറ്റില്ല. അപ്പോൾ അത് ഏകദേശം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ട്. ഇനി അവനെ കോരിയെടുക്കാം. അവനെ കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി. അതുപോലെ തന്നെ മറ്റതും കോരിയെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഇതുപോലെ പിന്നെയും ഇട്ട് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കും. എടുത്തോ. നശിപ്പി. അടിപൊളി.
അപ്പോൾ അതാ ഇനി ടേസ്റ്റ് നോക്കുന്ന സമയമാണ്. ഇവിടെ എല്ലാവരും ടേസ്റ്റൊക്കെ നോക്കിയിട്ടോ, ഈ പൈ ആക്കിയിരുന്നു വറുത്തിട്ടുണ്ടെന്നപ്പോൾ തന്നെ കഴിച്ചുകൊണ്ടിരുന്നു. ഞാനും കൂടെ ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റ്.